ഹായ്, ഇന്ന് ഞാനൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. 4 കപ്പ് ബസ്മതി അരിയുടെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അത് 750 ഗ്രാം അരി ഉണ്ടാവും. അതിനായിട്ട് ഒരു വലിയ പാത്രം വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ ഉപയോഗിക്കാം, പക്ഷേ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ 5 ഏലക്ക, 6-7 ഗ്രാമ്പൂ, ഒരു കറുവപ്പട്ട 2-3 പീസായി മുറിച്ചത്, ഒരു വഴനയില ഇടുക. അരി ഞാൻ അരമണിക്കൂർ നന്നായി കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളം ഊറ്റി അതിലേക്ക് ഇടുക. 2 മിനിറ്റ് നല്ല ചൂടിൽ വറക്കുക. അതിലേക്ക് 8 കപ്പ് തിളച്ച വെള്ളം ഒഴിക്കുക. ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇടുക. 2-3 മിനിറ്റ് നല്ല തീ തന്നെ തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ പാത്രം അടച്ചു വെച്ച് വേവിക്കുക. വെള്ളം പറ്റുമ്പോൾ ഓഫ് ചെയ്യാം. ചോറ് ഒട്ടിപ്പിടിച്ചെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫാൻ ഓൺ ചെയ്ത് വലിയൊരു പാത്രത്തിൽ നിരത്തി വെച്ചാൽ മതി. കുറച്ച് കഴിയുമ്പോൾ അത് നല്ല വിട്ടിരിക്കും. ഇനി ചിക്കൻ വേവിക്കാനായിട്ട് ഞാൻ ഈ 4 കപ്പ് അരിക്ക് 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മാരിനേറ്റ് ചെയ്യാൻ 3 പച്ചമുളക്, 6 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി അരച്ചത്, 4 ടേബിൾ സ്പൂൺ തൈര്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്താണ് വെച്ചത്. ഇനി ഒരു വലിയ പാൻ എടുത്ത് 2 ടേബിൾ സ്പൂൺ നെയ്യ്, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് 8 ഗ്രാമ്പൂ, 5 ഏലക്ക ചതച്ചത്, 2 കറുവപ്പട്ട, വഴനയില 2 ഇടുക. ഞാനിവിടെ ആകെ 8 സവോള എടുത്തിട്ടുണ്ട്. 3 സവോള ഞാൻ നേരിയതായിട്ട് അരിഞ്ഞ് വറുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി 5 സവോള വഴറ്റാൻ ഇടുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പന്ത്രണ്ട് പച്ചമുളക്, 3 കഷ്ണം ഇഞ്ചി, 1/4 കപ്പ് വെളുത്തുള്ളി അല്ലേ, അതായത് 4 വെളുത്തുള്ളി, അത് അരച്ചതും ചേർത്ത് വഴറ്റുക. പച്ചമണം മാറുന്നവരെ ഇളക്കണം, നന്നായിട്ട് വഴറ്റണം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ഇളക്കുക. അത് നന്നായി ഇളക്കി 2 മിനിറ്റ് 3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കുക. അതിലേക്ക് 6 ടൊമാറ്റോ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇടുക. അത് ടൊമാറ്റോ നല്ലതായിട്ട് ഇളക്കി അത് ഉടയുന്നത് വരെ ഇളക്കണം. അത് ഞാൻ മിക്സിയിൽ അരച്ച് അതിനകത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ചേ ഒഴിച്ച് അത് നല്ലപോലെ ടൊമാറ്റോ നല്ല വേകുന്നത് പോലെ വഴറ്റുക. ഞാൻ 1 കപ്പ് മല്ലിയില, 1 കപ്പ് പുതിനയില അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ചിടുക. അത് കുറച്ച് മാറ്റി വയ്ക്കണം. അത് നമുക്ക് ബിരിയാണി മിക്സ് ചെയ്യുമ്പോൾ ഇടാനായിട്ട് മാറ്റി വയ്ക്കുക. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇടുക. അതിനകത്ത് ചിക്കൻ മാത്രം ഇട്ടാൽ മതി, അതിനകത്ത് വെള്ളമുള്ളത് ഒഴിക്കരുത്. ചിക്കൻ ഇടുക, ഉപ്പിടുക, 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് ഇട്ട് നല്ലപോലെ ഇളക്കുക. അത് നന്നായി ഇളക്കുക. എല്ലാം യോജിച്ച് അരപ്പുകളെല്ലാം യോജിക്കുന്നിടം വരെ നന്നായിട്ട് ഇളക്കുക. നമുക്ക് വെള്ളം ഇറങ്ങാൻ വേണ്ടി ആദ്യം കുറച്ച് നേരം അടച്ചു വയ്ക്കുക. അതിൻ്റെ ഒരു 1/4 കപ്പ് വെള്ളം പിന്നെ ഒഴിക്കുക. വെള്ളം അതിനകത്ത് നിന്ന് ഇറങ്ങിക്കോളും, അത് കൂടുതൽ വേണ്ട. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക.
ചിക്കൻ കുറച്ച് വെന്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കുക. 10 കാഷ്യൂനട്ട് ഞാൻ കുതിർത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർക്കുക. വീണ്ടും പാത്രം അടച്ച് വയ്ക്കുക. ഗ്രേവി തിക്കാകുമ്പോൾ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാം. അതിനായിട്ട് ഞാനൊരു ദോശക്കല്ല് അടുപ്പ് വെച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് മുകളിൽ ദം ചെയ്യാനുള്ള പാത്രം വയ്ക്കുക. കോഴി കുറച്ച് നിരത്തുക. അതിലേക്ക് ചോറ് കുറച്ചിടുക. ചോറിൻ്റെ മുകളിൽ 3 ടേബിൾ സ്പൂൺ നെയ്യ്, സവോള, മല്ലിയില ചേർക്കുക. അങ്ങനെ ചിക്കൻ ഇടുക. പിന്നെ ഏറ്റവും മുകളിൽ ചോറ് വരുന്ന രീതിയിൽ വയ്ക്കുക. അത് കഴിഞ്ഞ് പാത്രം അടച്ച് 20-25 മിനിറ്റ് ദം ചെയ്യുക. ചെറിയ തീയിൽ നല്ല ആവി വരുന്നിടം വരെ ദം ചെയ്യുക. ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മിക്സ് ചെയ്യുക.